അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഈ നല്ല സദസ്സ്, അതിനോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ജനാബ് പി കെ അഹമ്മദ് സാഹിബ് അവർ, എൻ്റെ മുമ്പിലുള്ള കുറേ നല്ലവരായ ഈ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന സ്ഥാപനത്തിനോട് പലപ്പോഴും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലം സഹായിച്ച പല വ്യക്തികളുമാണ് ഇവിടെ. അതിൽ ബിസിനസ്സുകാരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അങ്ങേയറ്റം ഈ സ്ഥാപനം വളർന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം തന്നെ ഒരാൾ അങ്ങേയറ്റം കഴിയുന്ന നല്ല പ്രവർത്തനവും അവരുടെ സമ്പത്തുകളും ഒക്കെ കൊടുത്ത് ഇന്ന് നമ്മൾ നിയാസ് ഇവിടെ നിന്ന് ഓരോരോ കാര്യം പറയുമ്പോൾ ഞാനതൊരു ടൂർ പോലെ പോവുകയായിരുന്നു. തിരൂരാണ് എൻ്റെ സ്ഥലം. ഗൾഫിലാണ് കഴിഞ്ഞ 34 വർഷം. 2007 കുറച്ച് നല്ലവരായ ആൾക്കാർ എൻ്റെ വീട്ടിന് മുമ്പിൽ ഇവിടെ കോഴിക്കോട് താമസം തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും രാവിലെ, എനിക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് നിയാസും അന്നത്തെ തോട്ടത്തിൽ റഷീദ്ക്ക എന്ന കുറച്ച് പേര് രാവിലെ വീട്ടിന് മുറ്റത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടല്ല, എന്നോട് ചോദിച്ചിട്ടല്ല. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാണണം എന്ന് പറഞ്ഞു. വേറാരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്നെ അവർ എന്തോ ചെറിയ അളവിൽ അന്ന് പടച്ചോൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്ത ചില നല്ല വിഷയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് അവരെൻ്റെ വീട്ടിന് മുറ്റത്തിൽ വരുമ്പോൾ, ഞാൻ കോഴിക്കോട് താമസമായി 1 വർഷമേ ആയിട്ടുള്ളൂ. തിരൂരാണെങ്കിലും കോഴിക്കോടിൽ വരാനുള്ള കുറേ നല്ല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാർ, പ്രായം ഉള്ളവർ അധികമുള്ളവരല്ല, 2007 എന്നെ വന്ന് രാവിലെ കണ്ടപ്പോൾ വളരെ കുറഞ്ഞ അനുഭവം. അത് മാത്രമല്ല, അന്ന് ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10-20 വർഷങ്ങളോളം ആയിക്കഴിഞ്ഞു. അന്ന് ഞാൻ എൻ്റെ അറിവിൻ്റെ കുറവ് കൊണ്ട് എന്തിനു രാവിലെ ഇവിടെ വന്ന് എൻ്റെ വീട്ടിന് മുമ്പ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാൻ മാത്രമല്ല, ചെറുതായിട്ട് അവരോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഒരു നല്ല ചിന്തയോടുകൂടിയുള്ള നല്ലവരായ ഒരു ഫ്രണ്ട്സുകൾ കൂടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഞാനും ആ കാലത്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സ്വന്തം പഠിച്ച് മനസ്സിലാക്കാനും അതങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരുന്ന കാലം. ആദ്യമായി പറയുമ്പോൾ വളരെ വ്യക്തമായി പറയാം, ആദ്യം എനിക്ക് കഴിവുണ്ടാകണം, ഞാൻ മറ്റൊരാൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ. ആ കാലഘട്ടങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു നല്ല ഒരു കൂട്ടായ്മയോടുകൂടി അവരെൻ്റെ വീട്ടിൽ വന്ന് മുമ്പിൽ നിന്നപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു മുഷിപ്പ് തോന്നിയിരുന്നു. അന്ന് മുഷിപ്പ് തോന്നിയാൽ ഇന്ന് ഏകദേശം ഒരു 17-18 വർഷമായി അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നു. അതിന് ഒരേ ഒരു കാരണമാണ് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ എന്നാൽ കഴിയുന്നത് ഞാൻ സഹായിക്കുകയും അത് ഞാൻ എത്രത്തോളം ജെന്യുവനായിട്ട് ഇവർ പ്രവർത്തിക്കുന്നു. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് പുറമെ ഒരു 3-4 കോടിയോ പടച്ചോൻ തരുന്ന ഇത് ഞാൻ
ഇങ്ങനെ സോഷ്യലായിട്ട് ചെയ്യാറുണ്ട്. പണ്ട് ഗവൺമെൻറ്റിനായിരുന്നു ചെയ്തത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഹെൽപ്പിംഗ് ഹാൻഡിനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതാണോ പറയുന്നതെന്നുള്ള അല്ല വിഷയം. ഇവിടെ ആരത്താണ് ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നിങ്ങളെല്ലാം ഇപ്പം ഇവിടെ കണ്ട വിഷയങ്ങളെല്ലാം അത് ഓരോന്നും ഓരോരോ പ്രോജക്റ്റാണ്. ഞാൻ ഇവരോട് ഇടയ്ക്ക് ഇവരെ നോക്കി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ജെന്യുവനായിട്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു ചോദ്യത്തിന് അവർ തന്ന ഒരു ചിരി മാത്രമേ ഉള്ളൂ, പുഞ്ചിരി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ ഇത്രയും ജെന്യുവനായിട്ട്, ഇത്രയും താല്പര്യത്തോടുകൂടി അവരുടെ ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഹോബി എന്ന് പറയുന്നത്. എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ്സും ഒരു മിഡിൽ ബിസിനസ്സും ഉള്ള കുറേ പേർക്ക് ജോലിയും കൊടുക്കുന്നവർ എങ്ങനെ ഇത്രയും സമയം കണ്ടെത്തുന്നു? എത്ര സമയം കണ്ടെത്തി ഇത്ര വലിയ വലിയ കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ ഇവരോട് പറയുന്ന വിഷയം, ഗവൺമെൻറ് പോലും ചെയ്യാത്ത ചില വിഷയങ്ങളാണ് ചെയ്തു തുടങ്ങിയത്. ഓരോന്നും ഓരോരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ തുടങ്ങിയ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ഒരേ ആൻസർ, അത് അള്ളാഹു എന്ന് അനുഗ്രഹിച്ചോളൂ. അതുപോലെ തന്നെ ഈ 10-17 വർഷം ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. നേരിട്ട് കാണേണ്ടത് മാത്രമല്ല, അതിൻ്റെ ഗുണം കിട്ടുന്ന നമ്മളെ സൊസൈറ്റിയിലുള്ള ആവശ്യക്കാർ അവിടെ വന്ന് എത്തുന്നതും അവർ കണ്ടറിഞ്ഞു പോകുന്നത്. ഇടയ്ക്കൊരു ദിവസം മതപരമായിട്ടൊക്കെ എനിക്കധികം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. വീട്ടിലേറ്റവും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, കാരണം ചെറുപ്പത്തിൽ മദ്രസയൊന്നും അധികം പോയിട്ടില്ല. ഇടയ്ക്ക് പെരുന്നാളിൻ്റെ മുമ്പ് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തിന് എൻ്റെ വൈഫ് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഇത് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ കൊടുക്കാം, അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ആദ്യം നിസ്കാരത്തിന് രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് ആദ്യം കൊടുത്തിട്ട് വേണം, അത് കൊടുക്കാൻ വേണ്ടി ആളെ വിളിച്ചല്ല അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ഗൗരവമായി നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പഠിത്തത്തിൻ്റെ ഭാഗമായി എങ്ങനെ നമ്മളിലുണ്ടാകുന്ന സമ്പത്തിനെ അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന കഴിവുകളെ ചെലവാക്കണം, ചെയ്യണം എന്നുള്ള ഒരു ഉണർത്തലാണ്. അത് ഞാൻ കാണുന്നത് ഈ ഹെൽപ്പിംഗ് ഹാൻഡിൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ട്. ഇവർക്ക് കുടുംബങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ബിസിനസ്സുണ്ട്, ജോലിക്കാരുണ്ട്. പക്ഷെ അതിനെല്ലാം പുറമെ ഓരോന്നും ചെയ്യുമ്പോൾ അവർ ഏറ്റവും അതിൻ്റെ ആ ജോയ് ഓഫ് മൂവ്മെൻറ്റ്. ഇവരുടെ അടുത്ത് മീറ്റിങ്ങിന് വരുമ്പോൾ ഞാൻ പേടിക്കും, പഠിച്ചോളെ ഇവരെന്തോ പൈസ വയ്ക്കാൻ പോവാണല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന വെച്ചാൽ ഒരു സ്പോർട്സ് സ്പിരിറ്റാണ്. വലിയ വലിയ വിഷയങ്ങളാണ് ചെയ്യുന്നത്. ഈ ന്യൂറോ റീഹബിലിറ്റേഷൻ എന്ന് പറയുന്നത്, ഞാനൊരു 2 മാസം കഴിഞ്ഞ് തിരിച്ച് അവരുടെ അടുത്ത് വരുമ്പോൾ അവർ പറയുന്നത് മൊത്തത്തിലുള്ള റീഹബിലിറ്റേഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്താൽ പോരല്ലോ, അതെങ്ങനെ നടത്തി കൊണ്ടുപോകുന്നത് ഇപ്പോൾ അത് പഠിച്ചൊന്ന് നടത്തി തരും. അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഞാൻ ചോദിച്ചു, പഠിച്ചു നടത്തി തരും. അൽഹംദുലില്ലാ, അതങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ പറയുന്നു. നല്ലവരായ കുറേ ആൾക്കാർ ഞങ്ങളെ ചുറ്റിലും കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ ആ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തെ എല്ലാത്തിനും നമ്മളോട് സഹായിക്കുകയും അതിന് മുമ്പിൽ നിന്ന് തന്നിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് പുതിയതായിട്ട് വരുന്നത് ജനങ്ങൾ ഏറ്റെടുത്ത് ഒരു കൂട്ടായി ചെയ്യേണ്ട ഒരു വലിയ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി തീർച്ചയായിട്ടും വെല്ലൂർ ഒരു ചെറിയ ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ ഒരു ക്ലിനിക്കായി തുടങ്ങിയതാണ്. തുടങ്ങിയ കാലത്തിൽ ട്യൂബർക്ലോസിസിന് വേണ്ടി തുടങ്ങിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത് വികസിച്ച് ഇന്ന് ലോകമറിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. അവരുടെ മനസ്സിൽ അതാണുള്ളത്. ന്യൂറോ റീഹബിലിറ്റേഷൻ എന്ന് പറയുന്നത് വേൾഡിലുള്ള പല
ടെക്നോളജിയും സയൻസും ഇവിടെ കൊണ്ടുവരിക, അതൊരു നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് വിഷമം തോന്നണോ സന്തോഷം തോന്നണോ, മൊത്തത്തിൽ പഠിച്ചോൻ അനുഗ്രഹിച്ചവരാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും അങ്ങേയറ്റം പ്രവർത്തിക്കണം. അവർ പ്രവർത്തിച്ചത് ഇന്നേ വരെ ജെന്യുവനാണ്. അവരുടെ ഓരോരോ പ്രവർത്തനവും ആ പ്രവർത്തനം സൊസൈറ്റിക്ക് തന്നെയാണ് കിട്ടുന്നത്. എനിക്കറിയാം നിങ്ങളിൽ പലരും എന്നെക്കാളിലും അവരെക്കുറിച്ച് നന്നായി അറിയുന്നവർ. ഈ ഇങ്ങനത്തെ ഒരു വേദിയോടുകൂടി ഒരു തുടക്കം കുറിക്കുമ്പോൾ ആകെ എനിക്ക് പറയാനുള്ളത്, പടച്ചോൻ അനുഗ്രഹിച്ച ഓരോരുത്തരും അറിവിലും ശരീരം കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടും നിങ്ങൾ സമ്പത്ത് കൊണ്ടുള്ള പ്രവൃത്തി കൊണ്ടും ഈ ഒരു പ്രോജക്റ്റിനെ വിജയിപ്പിക്കണം. നമ്മളെല്ലാവരും കൂടി കൂടണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. കാരണം ഇവരാർക്കും, ഞാനിവരെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് പലരുടെ മുമ്പിലും ഞാൻ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പോകുമ്പോൾ അവർ ഏറ്റവും പുറയിലാണ് പോയിരിക്കുന്നത്. ഒരാൾ പോലും ഒരു വിഷയത്തിനും മുമ്പിൽ വന്ന് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്നേ വരെ. അവരങ്ങനെ പറയുന്നില്ല. അത്രയും ഹമ്പിളും സിമ്പിളായ ഈ ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ കാലത്തും നന്മ മാത്രം പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു സ്ഥാപനം എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേർന്നാൽ അങ്ങേയറ്റം വിജയിപ്പിക്കാം. വിജയിച്ചാൽ നമുക്കും നാളെ ഈ സൊസൈറ്റിക്കും ഏറ്റവും, നമുക്കും എന്ന് പറഞ്ഞത് നമുക്കൊരു ഡിസേബിലിറ്റി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ കഴിയാതെ പോയാൽ, ഇന്ന് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന ഈ സംഭാഷണം ചിലപ്പോൾ അത് നിന്നു പോയാൽ അല്ലെങ്കിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ട. അപ്പോൾ ഇത് ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നവർ നല്ല അനുഭവമുള്ളവർ. കഴിഞ്ഞ 4 വർഷക്കാലങ്ങളായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും എങ്ങനെയെങ്കിലും ഒളിഞ്ഞ് മാറാൻ വേണ്ടി ശ്രമിച്ചാണ്, ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. കാരണം ചിന്തിക്കുന്നത് വലിയ പ്രോജക്റ്റാണ്. ആ ചിന്തനയിൽ കൂടിയിട്ട് നമുക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കൂടിയുള്ള ഒരു പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഇതിനുണ്ടാകണം. ഈ റീഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ഒരു വില്ലേജിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. ലോകത്തുള്ള പലരും അവിടെ വരും. പടച്ചോൻ അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കട്ടെ. ഉണ്ടായാൽ ഒരു സ്ഥലം വേണമല്ലോ. ആ സ്ഥലം നമ്മളെ പല ഹോസ്പിറ്റലുകളിലും പോയില്ല. പല ഹോസ്പിറ്റലിലും പാർട്ട് ഓഫ് ദ സർവീസാണ് നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളൊരു ഫുൾ സർവീസ് കൊടുത്ത് ആ പേഷ്യൻ്റ് അവരുടെ ബുദ്ധിമുട്ടുകൾ, അത് ന്യൂറോ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡിസേബിലിറ്റി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകുന്ന വരെയുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. ആ അപ്രോച്ചിൽ ഒരു കേടുപാടും ഉണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിനുവേണ്ടി പല പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങേയറ്റം സയൻറ്റിഫിക്കാണ്. ആ പ്രവർത്തന രീതിയും ചിന്തയും നമുക്കെല്ലാവർക്കും ഗുണം ഉണ്ടാകുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവിധത്തിലും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹത്തിൽ നിങ്ങളെല്ലാവരും പങ്കായിക്കൊള്ളണം. തീർച്ചയായിട്ടും അള്ളാഹു ആയുസ്സും ആരോഗ്യം തന്നാൽ ഞാനിതിൻ്റെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ ഇതിനെ ഉണ്ടാക്കി നമുക്ക് ഈ സൊസൈറ്റിക്ക് നൽകണം. നമുക്ക് വേണ്ടിയല്ല, സൊസൈറ്റിക്ക് വേണ്ടി. അത് ചിലപ്പോൾ നമുക്കായിരിക്കും വലിയ ഉപകാരം, ആർക്ക് വേണമെങ്കിലും വരാം. അത് ഒരു പ്രീ ജഡ്ജും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മളെപ്പോൾ ഏത് സമയത്താണ് ഡിസേബിൾ ആവുന്നത്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ ഒന്നും നമുക്ക് വരാതിരിക്കട്ടെ. വന്ന ആൾക്കാർക്ക് അവരെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം.
അപ്പോൾ ആ കൊണ്ടുപോകണം എന്നുള്ള ഈ താല്പര്യം ഈ ഹെൽപ്പിംഗ് ഹാൻഡ് ടീമിനോട് ഞാൻ സഹകരിക്കുന്നത്, എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം എൻ്റെ ഈ പറച്ചിൽ കുറച്ചുകൂടി ഇമോഷണലാണ്. കാരണം ഈ ചെയ്യുന്ന പ്രവർത്തനം അതിനെക്കാട്ടിലും വലിയ ഇമോഷണലാണ്. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും ഇതിനെ സഹായിച്ച് ഈ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകം അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റണം, ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.